ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ്റെ നമ്മൾ ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഫില്ല് ചെയ്യാനുണ്ടാവും. അതൊക്കെ നല്ലവണ്ണം റീഡ് ചെയ്തിട്ട് നെയിം ഓഫ് സ്റ്റുഡൻസ്, സ്കൂളിൻ്റെ പേര്, ഡിവിഷന് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്യാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. മുഴുവനായിട്ട് കാണുക. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നല്ല കെയർഫുള്ളായിട്ട് റീഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് റൈറ്റ് ആണ്. വാച്ച് ദ പിക്ചർ കെയർഫുള്ളി. താഴെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ലിസൺ ചെയ്യാൻ പറയുന്നുണ്ട്, എന്നിട്ട് റൈറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നോക്കാം. പിക്ചർ വാച്ച് ദ പിക്ചർ കെയർഫുള്ളി അല്ലേ. ഒരു പെൺകുട്ടി ഉണ്ട്, ഒരു ട്രീ ഉണ്ട്, അടുത്തൊരു ബോക്സ് ഉണ്ട് അല്ലേ. ഇനി നോക്കാം. അപ്പോൾ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഗേൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആ പെൺകുട്ടിയുടെ പേര് എന്ന് നിങ്ങൾ പാഠഭാഗത്ത് പഠിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഹൂ ഗിഫ്റ്റഡ് ഹർ ദ ബോക്സ്. ആ ബോക്സ് ആരാണ് അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തത്. വാട്ട് ഡിഡ് ഷീ ഫൈൻഡ് ഇൻസൈഡ് ദ ബോക്സ്. എന്താണ് ആ ബോക്സിൻ്റെ ഉള്ളിൽ. മിൻസ ടച്ച്ഡ് ദ ഫ്ലവേഴ്സ്. വാട്ട് ഹാപ്പൻ ടു ദ ഫ്ലവേഴ്സ് ദെൻ അല്ലേ. ദ പ്ലാൻ കുഡ് ഡാഷ് റീഡ് ടോക്ക് ജമ്പ് ഡ്രോ. അപ്പോൾ ഇത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഈസിയാണ് അല്ലേ, നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ അത് നോക്കി എഴുതുക. അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 2 കോൺവെർസേഷൻ ആണ്. ഓൺ ദ വേ ടു ദ പാലസ് പിങ്കാല മെറ്റ് നന്ദന ഹിസ് ഫ്രണ്ട് അല്ലേ. പിങ്കാല നന്ദനനെ മീറ്റ് ചെയ്തു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ നന്ദന ആൻഡ് പിങ്കാല. പിങ്കാലയും നന്ദനയും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നന്ദന ചോദിക്കുന്നത്. നന്ദന ഹായ് പിങ്കാല, ഗുഡ് മോർണിംഗ്. പിങ്കാല ചോദിക്കുക ഗുഡ് മോർണിംഗ് നന്ദന. നന്ദന വെർ ഈസ് യുവർ പ്ലാൻ ഡിയർ. പിങ്കാല എന്താ പറഞ്ഞ മൈ സീഡ് ഡിഡ്ന്റ് സ്പ്രൗട്ട്. നന്ദന വൈ വാട്ട് ഹാപ്പൻ. പിങ്കാല ഐ ഡോണ്ട് നോ, ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ബട്ട് ഇറ്റ് ഡിഡ്ന്റ് സ്പ്രൗട്ട്. ആക്ടിവിറ്റി 3 നോക്കാം. പോസ്റ്റർ മേക്കിംഗ് ആണ്. വൺ ഡേ Anna and her friend went to the stream. They saw the stream covered with waste. They decided to prepare a poster. Prepare a poster against water pollution അല്ലേ. വാട്ടർ പൊല്യൂഷൻ ചെയ്യുന്നതിനെ കുറിച്ച്, വാട്ടർ മലിനമാക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണ് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അവിടെ ചിത്രമൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് പോസ്റ്റർ തയ്യാറാക്കാം. സേവ് വാട്ടർ, സ്റ്റോപ്പ് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കോട്ടൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി ഇവിടെ ആക്ടിവിറ്റി 4 സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. റീഡ് ദ പിക്ചർ സ്റ്റോറി. വൈ ആർ യു ക്രൈങ് മൈ ഫ്രണ്ട്. I lost my way. I want to go home. Don't cry. I will help you. Come with me. But now do you know my home? അല്ലേ. ഒരു എലിഫൻറ്റും ഒരു ബേർഡ്, ചെറിയൊരു പ്രാണിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ സ്റ്റോറിയാണ്. ഒരു കുഞ്ഞ് എലിഫൻറ്റിന് അവൻ്റെ വീട്ടിലേക്കുള്ള വഴി തെറ്റിയില്ലേ. ഈസ് ദിസ് യുവർ ഹോം. നോ ഇറ്റ്സ് നെസ്റ്റ് എ ബേർഡ്സ് ഹോം അല്ല, എലിഫൻറ്റിനല്ല തെറ്റിയിട്ടുള്ളത്. നമ്മൾ ആ ബേർഡ് ഇതിന് ചെറിയ പ്രാണിക്കാണ്. അപ്പോൾ ആ പ്രാണിനോട് ആന ചോദിക്കുക, ആന വഴി കാട്ടി കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതാണോ നിൻ്റെ കൂടെന്ന് ചോദിക്കുമ്പോൾ ദിസ് മസ്റ്റ് ബി യുവർ ഹോം. നോ ദിസ് ഇസ് ബാറ്റ്സ് ഹോം. അപ്പോൾ ഓരോ നെസ്റ്റ് കാണുമ്പോഴും എലിഫൻറ്റ് ചോദിക്കുകയാണ് ഇതാണോ നിൻ്റെ കൂടെന്ന് അല്ലേ. ഹണീബി ആണ് അല്ലേ. ഹണീബി തേൻ കുടിക്കാൻ വന്ന വഴിയിൽ ആനനോ കണ്ടപ്പോൾ ആനനോട് പറയുകയാണ് എനിക്ക് എൻ്റെ വഴി തെറ്റിപ്പോയി, എൻ്റെ വീട് കണ്ടെത്താൻ സഹായിക്കുമെന്ന്. അങ്ങനെ അവർ തമ്മിൽ പോകുമ്പോൾ ഓരോ കൂട് കാണുമ്പോഴും ആന ചോദിക്കുന്നുണ്ട് ദിസ് മസ്റ്റ് ബി യുവർ ഹോം. നോ ദിസ് ഇസ് ബാറ്റ്സ് ഹോം. അത് എൻ്റെ ഹോമല്ല, ബാറ്റ്സിൻ്റെ ഹോമാണ്, വവ്വാലുകളുടെ വീടാണ്. വാട്ട് അബൌട്ട് ദീസ്. അപ്പോൾ ഈ തേനീച്ച കൂട് കണ്ടപ്പോൾ ആന ചോദിക്കുകയാണ് ഇതാണോ എന്ന്. യെസ് ദിസ് ഇസ് മൈ ഹോം, താങ്ക് യു. അങ്ങനെ ഹണീബിയുടെ വീട് കണ്ടെത്താൻ കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻസ് എന്താ നോക്കാം. റൈറ്റ് ദ ഈവൻറ്റ്സ് ആസ് എ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പോൾ സ്റ്റോറി കണ്ടു നമ്മൾ അല്ലേ. അത് നമ്മളെ ഭാഷയിൽ ഒരു സ്റ്റോറി ആക്കിയിട്ട് ആ ഇവൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു സ്റ്റോറി എഴുതാൻ പറയുന്നുണ്ട്. One day an elephant met a beautiful honeybee in the garden. She is sitting on a flower and crying. Why are you crying, my dear friend? My friend, what happened to you? The elephant asked. Honeybee said, I lost my way. I want to go my home. Don't cry. I will help you. Come with me. Elephant said. Honeybee asked him that, do you know my home? They started looking for Honeybee's home. At first they reached a home, but it is not Honeybee's home. Finally they saw a tree. There is a home of Honeybee in the branch of the tree. Honeybee thanked
elephant happily. അപ്പോൾ ഇതാണ് ആ സ്റ്റോറി. ഇങ്ങനെ നിങ്ങളെ ഭാഷയിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതുക. അപ്പോൾ ഈസിയാണ് കേട്ടോ, ഈസിയാണ്. അടുത്ത ആക്ടിവിറ്റി എന്താ നോക്കാം. ആക്ടിവിറ്റി 5 നോക്കാം. സീക്വൻസ് ദ ഈവൻറ്റ്സ്. ദ കിങ് ടുക്ക് പിംഗാല to his vegetable garden. He gave Pingala a tomato sapling. What did he do with the sapling? Look at the picture. അല്ലേ, കിങ് കൊടുത്ത് പിങ്കാലയുടെ വെജിറ്റബിൾ ഗാർഡനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്. ഹി വാട്ടേർഡ് ദ പ്ലാന്റ്സ് എവറി ഡേ. അല്ലേ, അവൻ എന്ത് ചെയ്തു, വിത്ത് ഗാർഡനിൽ നട്ട ആ തൈ എന്താണ് എന്നും പ്ലാന്റിന് എന്നും വാട്ടർ ഒഴിച്ച് കൊടുക്കുകയാണ്. ഹി പ്ലാന്റ്സ് ദ സാപ്ലിംഗ് കെയർഫുള്ളി. എന്നും ആ ട്രീനെ നല്ല കെയർ ചെയ്യുന്നുണ്ട്. ഹി ഹാർവസ്റ്റഡ് ദ റൈപ്പ് ഹോം സ്റ്റോൺ. അല്ലേ, അങ്ങനെ അടുത്ത പിക്ചർ എന്താണ്? പിംഗാല ഡിങ്ഡ് ദ ലാൻഡ് ടു പ്ലാന്റ് ദ സാപ്ലിംഗ്. ഹി ഗേവ് മാനുവർ ടു ദ പ്ലാന്റ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും, അത് ഓർഡറിലല്ല ആ പിക്ചർ കൊടുത്തിട്ടുള്ളത് അല്ലേ. അറേഞ്ച് ദ ആക്ടിവിറ്റീസ് ഇൻ ദ പ്രോപ്പർ ഓർഡർ ആൻഡ് റൈറ്റ് ദം ബിലോ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ പിക്ചേഴ്സിൻ്റെ ഫസ്റ്റ് എഴുതാനുള്ളത് കൊടുത്തിട്ടുണ്ട്. പിംഗാല ഡിംഡ് ദ ലാൻഡ് ടു പ്ലാന്റ് ദ സാപ്ലിങ്സ് അല്ലേ. ഫസ്റ്റ് നിലം എഴുതുകയാണ് ചെയ്തത്. പിന്നെ എന്താണ് പിന്നെ എന്താണ് ദ പ്ലാന്റ്സ് ദ സാപ്ലിംഗ് കെയർഫുള്ളി. സാപ്ലിങ്സ് എന്ത് ചെയ്താൽ മരത്തിൻ്റെ തൈ മെല്ലെ കുഴിച്ചിട്ടു. പിന്നെ എന്താണ് ഈ വാട്ടർ ദ പ്ലാൻ എവറി ഡേ. എല്ലാ ദിവസവും അതിന് നനച്ച് കൊടുത്തു. പിന്നെ ഹി ഗേവ് മാനുവർ ടു ദ പ്ലാൻ. അതിന് വളം ഇട്ട് കൊടുത്തു. അഞ്ചാമത്തെ എന്താ, ഹി ഹാർവസ്റ്റിംഗ് ദ റൈപ്പ് ടൊമാറ്റോസ്. അങ്ങനെ ടൊമാറ്റോസ് കിട്ടി അല്ലേ. ഇങ്ങനെയാണ് ഓർഡർ കേട്ടോ. നെക്സ്റ്റ് നോക്കാം. അടുത്ത ആക്ടിവിറ്റി ക്രോസ്വേർഡ് പസിൽസ് ആണ് കേട്ടോ. ഡൗണും അക്രോസും തന്നിട്ടുണ്ട്. അന്ന ലുക്ക്ഡ് അറ്റ് ദ ബോയ് ത്രൂ ദ കോർണർ ഓഫ് ഹെർ ഡാഷ്. The boat was caught in a heap of dash and stone. The boy gave the dash to Anna. Across side, the boy jumped into the dash and served the boat. Fifth, water dash against the boat. ഇനി നമുക്ക് ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ ഡൗൺ ആയിട്ട് എഴുതുമ്പോൾ ഫസ്റ്റിൽ ഐ എഴുതുക, സെക്കൻഡ് മഡ് എഴുതുക, തേർഡ് ബോട്ട് എഴുതുക. പിന്നെ അക്രോസ് ആയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുക, നാലാമത് സ്ട്രീം എന്ന് എഴുതുക, അഞ്ചാമത് സ്പ്ലാഷിംഗ് എഴുതുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. അപ്പോൾ നമുക്ക് നമ്മളെ ചാപ്റ്റർ വെച്ചിട്ട് കണ്ടൻസ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. സെയിം ക്വസ്റ്റ്യൻസ് വരണമെന്നില്ല. അപ്പോൾ എല്ലാ ഭാഗത്തിൻ്റെയും കണ്ടൻസ് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയായിരിക്കും മോഡല്. എല്ലാ മോഡൽസും ഒക്കെ മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ, സീ യു.